ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് രാജ്യത്തെ സ്വകാര്യ മേഖലാ ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കുകൾ എത്രയാണെന്നറിയാമോ? വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക. ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്കിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. ഈ വീഡിയോയിൽ രാജ്യത്തെ സ്വകാര്യ മേഖലാ ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്കിനെ കുറിച്ചും അതിൻ്റെ കാലാവധിയെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. 2024 ഏപ്രിൽ 14 പലിശ നിരക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ബാങ്കുകളുടെ പലിശ നിരക്കുകൾ എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രാജ്യത്തെ ഏതാനും ചില പ്രമുഖ സ്വകാര്യ മേഖലാ ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ ചാർട്ട് ശ്രദ്ധിക്കുക. രാജ്യത്തെ ഏറ്റവും പ്രമുഖ സ്വകാര്യ മേഖലാ ബാങ്കായ ICICI ബാങ്ക് 15 മാസം മുതൽ 24 മാസം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് 7.20% നിരക്കിൽ പലിശ നൽകുന്നുണ്ട്. മുതിർന്ന പൗരന്മാരാണെങ്കിൽ 7.75% പലിശ ലഭിക്കുന്നതാണ്. HDFC ബാങ്ക് 18 മാസം മുതൽ 21 മാസത്തിന് താഴെ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7.25% പലിശ നൽകുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് 7.75% നിരക്കിൽ പലിശ ലഭിക്കും. ഫെഡറൽ ബാങ്ക് 500 ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7.5% പലിശ നൽകുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് 8% നിരക്കിൽ പലിശ ലഭിക്കും. ആക്സിസ് ബാങ്ക് 17 മാസം മുതൽ 18 മാസങ്ങൾക്ക് താഴെ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7.20% നിരക്കിൽ പലിശ നൽകുന്നു. മുതിർന്ന പൗരന്മാരാണെങ്കിൽ 7.85% നിരക്കിൽ പലിശ ലഭിക്കും. കാത്തലിക് സിറിയൻ ബാങ്ക് 401 ദിവസം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് 7.75% നിരക്കിൽ പലിശ നൽകുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്കും 7.75% തന്നെയാണ് പലിശ നിരക്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 400 ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് 7.25% നിരക്കിൽ പലിശ നൽകുന്നു. മുതിർന്ന പൗരന്മാരാണെങ്കിൽ 7.75% പലിശ ലഭിക്കുന്നതാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് 1 വർഷം മുതൽ 19 മാസങ്ങൾക്ക് താഴെ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 7.75% നിരക്കിൽ പലിശ നൽകുന്നു. മുതിർന്ന പൗരന്മാരാണെങ്കിൽ 8.25% നിരക്കിൽ പലിശ ലഭിക്കും. സിറ്റി യൂണിയൻ ബാങ്ക് 400 ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7% നിരക്കിൽ പലിശയും മുതിർന്ന പൗരന്മാർക്ക് 7.50% നിരക്കിൽ പലിശയും നൽകുന്നുണ്ട്. DCB ബാങ്ക് 25 മാസം മുതൽ 26 മാസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 8% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8.60% നിരക്കിലും പലിശ നൽകുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് 500 ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 8% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8.5% നിരക്കിലും പലിശ നൽകുന്നു. കരൂർ വൈശ്യ ബാങ്ക് 444 ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7.5% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8% നിരക്കിലും പലിശ നൽകുന്നുണ്ട്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 390 ദിവസം മുതൽ 23 മാസങ്ങൾക്ക് താഴെ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7.40% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 7.90% നിരക്കിലും പലിശ നൽകുന്നു. തമിഴ്നാട് മർക്കന്റൈൽ ബാങ്ക് 400 ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8% നിരക്കിലുമാണ് പലിശ നൽകുന്നത്. യെസ് ബാങ്ക് 1 വർഷം 1 ദിവസം മുതൽ 18 മാസങ്ങൾക്ക് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7.5% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8% നിരക്കിലും പലിശ നൽകുന്നു. RBL ബാങ്ക് 18 മാസം മുതൽ 24 മാസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 8.10% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8.60% നിരക്കിലും പലിശ നൽകുന്നുണ്ട്. ഈ ഒരു ചാർട്ടിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. സ്വകാര്യ ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ കാലാവധിയും പലിശ നിരക്കും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. എന്നാൽ ചില സ്വകാര്യ ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് പരമാവധി 8% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8.60% നിരക്കിലും പലിശ നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പലിശ നിരക്കുകൾ 2024 ഏപ്രിൽ 14 നിലവിലുള്ള പലിശ നിരക്കുകളാണ്. ബാങ്കുകളുടെ പലിശ നിരക്കുകളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. എന്നാൽ നിങ്ങൾ ഏത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുമ്പോഴും അപ്പോൾ നിലവിലുള്ള പലിശ നിരക്ക് എത്രയാണെന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നിക്ഷേപം നടത്താൻ പാടുള്ളൂ. രാജ്യത്തെ ഏതാനും ചില പ്രമുഖ സ്വകാര്യ മേഖലാ ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്കിനെ കുറിച്ചും അതിന്റെ കാലാവധിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.